ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു മൗത്ത് വാട്ടറിങ് റെസിപ്പിയാണ് ജിഞ്ചർ ഗാർലിക് പിക്കിൾ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പിക്കിളാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയാൽ ഒരുപാട് കാശാവും. ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിക്കിളാണ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളതാണ്. ചോറ്, ചപ്പാത്തി, നാൻ, പൂരി ഇതിനൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ജ്യോതിസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ജിഞ്ചർ ഗാർലിക് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഇവിടെ 2 കപ്പ് തോലെടുത്ത ഗാർലിക്കും 1 കപ്പ് ജിഞ്ചറും ഒരു 10-20 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു കടായി ഗ്യാസിൽ വച്ചിട്ട് 75 ml നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് അതിനുശേഷം തോലെടുത്ത് വെച്ച ഗാർലിക്കും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. ആദ്യം നമുക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടിയ ശേഷം നമുക്ക് 2 കപ്പ് ഗാർലിക് നല്ലതുപോലെ വഴറ്റാം. ഇതിലേക്ക് 1 കപ്പ് ജിഞ്ചർ, ഇഞ്ചി ചെറുതായിട്ട് നറുക്കി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് നറുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് റൗണ്ടായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റാം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴച്ചെടുക്കണം. എന്നാലേ ഒരുപാട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് വഴറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. 2.5 ഇടാം. ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ വഴറ്റാം. എല്ലാം കൂടെ നല്ലതുപോലെ വഴണ്ട് വഴറ്റാം. നമ്മുടെ ഗാർലിക്കും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ വഴന്ന് വരുന്നുണ്ട്. കുറച്ചുകൂടി വരാനുണ്ട്. ആ പച്ചമണം കുറച്ച് മാറണം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ ഐറ്റങ്ങൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, സാധാരണ നല്ല എരിവുള്ള ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കായപ്പൊടി, എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്നുകൂടി വഴറ്റാം. പൊടി ഐറ്റംസ് ഇട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വഴറ്റേണ്ടത്. പൊടി ഐറ്റംസ് ഇട്ടാൽ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇത് 1 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ട് അതിനുശേഷം 1 കപ്പ് വിനിഗർ, വിനിഗർ ഒഴിച്ചിട്ട് കുറച്ച് തിളയ്ക്കണം. അപ്പോൾ ഈ പൊടി ഐറ്റംസ് എല്ലാം കുറുകി ഒരു തിക്ക് ചാറായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് 1 കഷണം ശർക്കര അല്ലെങ്കിൽ ഷുഗർ ഇട്ടാൽ മതി. ഇത് ഈ പുളിയുടെ വിനിഗർ പുളിയാണല്ലോ, അതിൻ്റെ ടേസ്റ്റ് ക്രീമീകരിക്കാനാണ്. ഉലുവപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ്, അത്യാവശ്യവുമാണ്. ഉലുവപ്പൊടി ഇട്ട് ഏതൊരു അച്ചാറും, കടുമാങ്ങയായാലും നാരങ്ങ ആയാലും ഉലുവപ്പൊടി ഇടുമ്പം അത് ഷെൽഫ് ലൈഫ് കൂടുതലാണ്, ഫംഗസ് വരില്ല. അത് മാത്രമല്ല നമുക്ക് ശരീരത്തിനും നല്ലതാണ്. ഇത് കുറച്ചുകൂടി തിളച്ച് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇരുന്ന് വരുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. നമ്മുടെ അച്ചാർ നല്ലതുപോലെ കുരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുത്തിട്ട് അടച്ച് വെക്കേണ്ട. ഇതിപ്പോൾ അടച്ച് വെച്ചാൽ വേർത്തിട്ട് അതിൻ്റെ വാട്ടർ വേപ്പർ വേർത്തിട്ട് ഇതിൽ വെള്ളം വീഴും. ഇത് ഇങ്ങനെ നല്ലതുപോലെ തുറന്ന് വെച്ച് ഫാനിൽ വെച്ച് തണുപ്പിച്ചിട്ട്
കുപ്പിയിൽ നല്ല വൃത്തിയുള്ള ബോട്ടിലിൽ നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് പുറത്തിരുന്നാലും മാസങ്ങളോളം ഇരിക്കുന്നതാണ്. അകത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വയ്ക്കാം. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു അച്ചാറാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കുറച്ച് മതി ചപ്പാത്തിക്കും പൂരിക്ക് റൈസിന് എല്ലാത്തിനും പറ്റിയ ഒരു അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇത് നമുക്ക് ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുത്തയക്കാനും ബാച്ചിലേഴ്സിന് കൊടുത്തയക്കാനും നമ്മൾ വീട്ടിൽ തന്നെ പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി അച്ചാറാണ്. എല്ലാവരും ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.